പശ്ചിമേഷ്യൻ സംഘർഷം അതിന്റെ ഏറ്റവും ഭയാനകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വരുന്ന 8-ാം തീയതി ഇറാന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് മാരകമായ ആക്രമണം നടത്തുമെന്നും അവിടെ ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇറാന് നേരെ നടത്തിയ വെല്ലുവിളിയിൽ ട്രംപ് ഉപയോഗിച്ച ഭാഷ അത് വലിയ രീതിയിൽ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആ പദപ്രയോഗം തന്നെ ഈ യുദ്ധത്തിന്റെ ഗൗരവം എത്രമാത്രമാണ് എന്നതാണ് ഇപ്പോൾ അളക്കാൻ സാധിക്കുന്നത്. സൈനിക ശക്തിയുടെ പ്രകടനവും ശക്തമായ രാഷ്ട്രീയ സന്ദേശവുമായ ഈ പ്രസ്താവനയെ പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഇസ്ലാമിക രാഷ്ട്രങ്ങളും കടുത്ത വിമർശനത്തോടെയും പരിഹാസത്തോടും കൂടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ തന്നെ ഇറാൻ വിവിധ രാജ്യങ്ങളിലെ തങ്ങളുടെ എംബസികൾ വഴി അമേരിക്കയെ പരിഹസിക്കുന്ന രീതിയിൽ പ്രതികരണങ്ങൾ പുറത്തുവിടുകയാണ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ പരാജയമായ 1980-ലെ ഓപ്പറേഷൻ ഈഗിൾ ക്ലോയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അവർ ഇക്കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. തബാസ് മരുഭൂമിയിൽ നടന്ന ഈ ദൗത്യത്തിൽ അമേരിക്കയ്ക്ക് നേരിട്ട പരാജയം ഇന്നും അവരുടെ സൈനിക ചരിത്രത്തിലെ തന്നെ ഒരു കറുത്ത അധ്യായമായി തന്നെ കണക്കാക്കപ്പെടുകയാണ്. അതേസമയം ഇറാന്റെ കയ്യിലെ തുറുപ്പ് ചീട്ടായി തന്നെ ഹോർമുസ് കടലിടുക്ക് മാറുകയാണ്. ഹോർമുസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ ഒരു സംഘർഷം ഒരു സാധാരണ രാഷ്ട്രീയ പ്രശ്നമല്ല എന്നത് വ്യക്തമാണ്. ഇത് ആഗോള സാമ്പത്തിക സ്ഥിരത, അതേപോലെ ഊർജ്ജ സുരക്ഷ, അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവയെ ഒരേ സമയം ബാധിക്കുന്ന ഒരു സങ്കീർണ പ്രതിസന്ധിയായി തന്നെ മാറുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ തുടർന്നാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അനുഭവിക്കേണ്ടി വരുമെന്നതിലും സംശയമില്ല. ഇതിനിടയിൽ തന്നെ ഒരു അമേരിക്കൻ യുദ്ധവിമാന പൈലറ്റിനെ രക്ഷപ്പെടുത്തിയതായി തന്നെ അമേരിക്ക അവകാശപ്പെടുന്നത് അത്ഭുതകരമായ ദൗത്യം തന്നെ എന്ന ഒരു വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അമേരിക്ക ഈ ഓപ്പറേഷനെ അവരുടെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും ധീരമായ രക്ഷാപ്രവർത്തനത്തിൽ ഒന്നായി തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ ഒരു വിശേഷണം നൽകുമ്പോൾ ഇറാൻ അത് പൂർണ്ണമായും പരാജയപ്പെട്ട ദൗത്യമെന്നതാണ് അവകാശപ്പെടുന്നത്. തകർന്ന വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട അമേരിക്കൻ സൈന്യം നടത്തിയ ദൗത്യം തങ്ങൾ തടഞ്ഞുവെന്നതാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ അമേരിക്കൻ സൈന്യം അവരുടെ പൈലറ്റിനെ സുരക്ഷിതമായി തന്നെ രക്ഷപ്പെടുത്തി എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു നിഷേധം ഇറാനിൽ ഉണ്ടായിട്ടില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമായി മാറുന്ന മറ്റൊരു കാര്യമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.